ഇവിടെ മയ്യനാട് 17-ാം വാർഡിൽ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് നടന്നു പോകാൻ വയ്യാത്ത അവസ്ഥ, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യാത്ത ആ രീതിയിലുള്ള കട്ടറും കുഴിയായിട്ട് കിടക്കുന്ന ഒരു മോശം റോഡ് തന്നെ. അങ്ങനെ ഇവരെ ഒത്തിരി തവണ പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് ഈ കാര്യം സംസാരിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് പരാതികൾ കൊടുത്തു. ഉടനെ ശരിയാക്കാൻ എന്ന് പറയുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ വാർഡിൻ്റെ പല റോഡുകളിലും ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഏറ്റവും ദയനീയമായ ഈ റോഡ് അവർ പഞ്ചായത്ത് മെമ്പർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും അവരെന്താണ് ഇത് പറയുന്നത് എന്ന് കേട്ടിട്ട് വരാം. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതാണ്, വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതാണ്. മെമ്പറുടെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറഞ്ഞു. അപ്പം അവരുടെ മുറ്റത്തോടുള്ള റോഡ് ഇപ്പം നല്ല ഒരു കുഴപ്പമില്ലായിരുന്ന റോഡ് ഇപ്പം അവർ ശരിയാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഉപേക്ഷിച്ചിട്ടേക്കുക. അപ്പം നമ്മളെല്ലാം വിഡ്ഢികളാണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം അവർ കാണിക്കുന്നത്. നമ്മളിത് ചെയ്തത്. അല്ല, ഇവിടെ റോഡ് ഭയങ്കരമായിട്ട് കുഴി, ഇവിടെ വല്ല അപകടങ്ങളൊക്കെ വരുന്നുണ്ടോ? അപകടങ്ങൾ ഞാൻ രാത്രി അവിടെ രണ്ടുപേര് വീണ്. ഇവിടെ ഒരു മീൻ വണ്ടിക്കാരെ ഇവിടെ വീണ്. ശരി, മീൻ വണ്ടിക്കാരനും വീണ്. മീൻ വണ്ടിക്കാരെ ഇവിടെ വീണ്. അവിടെ ആ കുഴിയിൽ രണ്ടുപേര് വീണ്. അത് ശരി. എന്നിട്ട് അവര് ഇതിനൊരു മെമ്പർ എന്താ പറയുന്നത്? മെമ്പർ പറയുന്നത് ഇവിടെ വന്നെങ്കിലല്ലേ ഉള്ളൂ. വന്ന് നമ്മള് പറയുമ്പോ അവര് പറയും ഉടനെ ശരിയാവും, ഉടനെ ശരിയാവും. ഇപ്പൊ ശരിയാക്കാം, ഇപ്പൊ ശരിയാക്കാം എന്നാണ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിലെ കൂടെ പോകാനേ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് വലുതായിട്ട് പോകാൻ വീടുകളിൽ തന്നെ ജോലി. മീൻകാർ വന്ന് വീണിട്ടുണ്ട്, അല്ലാത്തവർ വീണിട്ടുണ്ട്. പറഞ്ഞു നമ്മളെ പല റോഡ് ശരിയാക്കാത്തത് അതൊന്നും അറിഞ്ഞുകൂടാ, എന്താന്ന് അറിഞ്ഞൂടാ. കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടാക്കുന്നതാണ് ഇവിടെ അടുത്ത സ്കൂളിൽ. അത് ഇതിലെ കൂടെ പോകുമ്പോൾ ഭയങ്കര ഈ കയറ്റവുമാണ്. പിന്നെ ഈ കുഴിയോ എല്ലാം ആയി കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം സ്ലിപ്പായിട്ടുണ്ട് കുഞ്ഞിനെ. റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ? പല കുട്ടികളും ഇവിടെ വന്ന് വീഴാൻ പോയിട്ടുണ്ട്. ഇവിടെ നിന്നവർ താങ്ങി എടുത്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസം അപ്പുറത്താണ് ഈ രാത്രി 2 പേര് വീണ്. ഞങ്ങളിത് പറഞ്ഞു ഞങ്ങളെ ജന്മം പാഴായി. ഞങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞു, സെക്രട്ടറി കണ്ട് എയെ കാണാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വെള്ളക്കെട്ട് നിൽക്കുന്നതിൻ്റെ ഫോട്ടോ വരെ എടുത്ത് എൻ്റെ ഇരിപ്പുണ്ട്. സ്റ്റുഡിയോ കൊണ്ടുപോയി പ്രിന്റ് എടുത്ത് അതുവരെ എയെ കാണിച്ച്. എന്താ പറയുന്നവർ? അന്നേരം പറയും ഉടനെ ശരിയാ. ആ സമയത്ത് പറയുന്നത് ഇവിടെ മുതൽ ആ പാലം വരെ ശരിയാക്കാൻ 3 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മെമ്പർ പറയുന്നത് 2 ലക്ഷം രൂപ ഉള്ളെന്ന് പറയുന്നു. അപ്പോൾ 1 ലക്ഷത്തിന്റെ കുറവ്. പിന്നെ പറയുന്നത് ഇവിടെ 2.5 മീറ്ററിന്റെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ പിന്നെ റോഡ് പണി എടുക്കാൻ വന്നവൻ പറയുന്നത് 4 മീറ്റർ വീതിയുണ്ട്. ഈ 2.5 മീറ്ററിന്റെ എസ്റ്റിമേറ്റിൽ ഇത് തീരത്തില്ലെന്ന് പറഞ്ഞ് അയാളെ കൈ ഒഴിയുന്നു. പിന്നെ വണ്ടികളെല്ലാം പോകുമ്പോൾ വീഴുന്നുണ്ട്. കൂടുതലും ബൈക്കുകൾ, പിന്നെ സ്കൂളിലെ പിള്ളേരുകൾ പോകുന്നുണ്ട്. സ്കൂൾ ബസ്സേ കൂടി കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകുന്നതല്ലേ. അന്നേരം അത്യാവശ്യമായിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് അല്ല, ഈ മെമ്പറുടെ അടുത്ത് നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടക്കുന്നില്ല അല്ലേ? വീണ് ഈ പിടിക്കത്തില്ലാത്ത ബൈക്കുകാരി ഒന്ന് എത്ര എണ്ണം വീണിട്ടുണ്ട്. നമുക്ക് ആശുപത്രി കൊണ്ട് നമ്മൾ പോകേണ്ടി വരും അല്ലേ? നമ്മുടെ മുമ്പിലല്ലേ എന്തോ എങ്ങനെയുണ്ട് നമ്മുടെ റോഡ്? സൂപ്പർ റോഡാണ്. അത് ശരി. നടക്കാനൊക്കെ പാടാണ് അല്ലേ? ഇറങ്ങാനും പോകാനൊക്കെ വലിയ പാട്. നമ്മളെല്ലാം അങ്ങനെ പിടിക്കണമായിരുന്നു. റോഡ് ഇങ്ങനെ കിടക്കുന്നു, കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നു. റോഡിൽ പോകുന്നവർ വണ്ടിയായിട്ട് മറിഞ്ഞു വീഴുന്നു. അത് ശരി. എത്രയോ തവണ നമ്മൾ എന്ന് പൊക്കി എടുത്തേക്കുന്നവരെയൊക്കെ. എന്താണ് ചേട്ടാ ഇവിടുത്തെ പ്രശ്നം? എന്തുവാ ഇത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ 17-ാം വാർഡിലെ റോഡാണ്. അമ്മാച്ചമുക്കിൽ നിന്ന് തുടങ്ങി മയ്യനാട് ജംഗ്ഷൻ വരെയുള്ള റോഡാണ്. പ്രധാനപ്പെട്ട റോഡാണ്.
നിരവധി സ്കൂളുകളുടെ ബസ്സുകളും സ്കൂൾ കുട്ടികളും പോകുന്നതാണ്. ഇവിടെ ജലജീവൻ മിഷൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പൈപ്പ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടന്നായിരുന്നു. ഇവിടുത്തെ വാർഡ് മെമ്പർ ഇവിടെ ഇടാതെ വാർഡ് മെമ്പറുടെ സ്ഥലത്താണ് ആദ്യം ഇട്ടത്. ഈ 17-ാം വാർഡിൽ ഒരു ജലമുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ കൈതപ്പുഴ പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇടാതെ മെമ്പറുടെ ഭാഗത്ത് ഇടുകയും ഇവിടെ മഴ സമയമായപ്പോഴത്തേന് കോളനിയിലേക്ക് ഇടാൻ വരുന്ന സമയത്ത് ഇവിടെയുള്ള ജനങ്ങളുടെ ആ ബുദ്ധിമുട്ട് കാരണം അവർ തടയുകയും മെമ്പറെ കൊണ്ട് ഇവിടെ ആ ജലജീവൻ മിഷൻ്റെ പൈപ്പ് ഇടിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുള്ള ഒരു വിരോധത്തിലാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ആ ജലജീവൻ മിഷൻ്റെ പൈപ്പ് കണക്ഷനുമായി ബന്ധപ്പെട്ട് ഈ റോഡ് കുഴിച്ചതിന് ശേഷം ഇന്ന് വരെ അതിൻ്റെ പണികൾ ചെയ്യുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മെയിൻ്റനൻസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ചോദിക്കുന്ന സമയത്ത് ഫണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒരു 3 ലക്ഷം രൂപ അനുവദിച്ചു. ആ 3 ലക്ഷം രൂപ കൊണ്ട് ഈ റോഡിൻ്റെ പണി തീരത്തില്ലെന്ന് പറഞ്ഞാണ് നിന്നത്. പക്ഷേ നാട്ടുകാരാണ് നിരവധി പ്രാവശ്യം ഈ കുണ്ടും കുഴികളും എല്ലാം അടയ്ക്കുന്നത്. ഇപ്പോഴും ചേട്ടൻ ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും. നമ്മൾ പല പ്രാവശ്യം വേസ്റ്റ് മണ്ണുകൾ കൊണ്ടിട്ടിട്ടാണ് ഈ കുണ്ടും കുഴി അടയ്ക്കുന്നത്. അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കും. അത് കാരണം സ്കൂൾ കുട്ടികൾക്ക് പോകുന്നതിനൊക്കെ ഭയങ്കര, നാട്ടുകാർക്ക് പോകുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കെട്ടിക്കിടക്കുന്നത് കൊണ്ട് എലി അങ്ങനെയുള്ള ശല്യങ്ങളുള്ള പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. നിരവധി പ്രാവശ്യം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കുകയൊക്കെ ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി നിവേദനം കൊടുത്തു. മെമ്പറടുത്ത് പല പ്രാവശ്യം പറഞ്ഞു. മെമ്പർ എന്താ പറയുന്നത്? മെമ്പർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളന്ന് എന്തിനാ തടഞ്ഞത്? 2 മാസം കഴിഞ്ഞെങ്കിൽ ഇടുമായിരുന്നല്ലോ, അതുകൊണ്ട് പതുക്കെ നടക്കത്തോളം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മെമ്പറുടെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പല പ്രാവശ്യം മെമ്പറുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് മണ്ണടിച്ചങ്ങ് ഇട് എന്നാണ് മെമ്പർ പറഞ്ഞത്. സ്വന്തമായിട്ട്? അതെ, നമ്മൾ നാട്ടുകാരെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ടില്ലാത്തതല്ല, ഫണ്ടുണ്ട്. ഞങ്ങൾ സെക്രട്ടറി അടുത്ത് പറഞ്ഞു ഫണ്ടുണ്ട്, ഇപ്രാവശ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ചെയ്തില്ല. പക്ഷേ മെമ്പറെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് ഒരു കുഴപ്പമില്ലാത്ത റോഡാണ്. ഇപ്പോൾ അത് വീണ്ടും ടാർ ചെയ്യാൻ വേണ്ടി അവർ പണി നടക്കുകയാണ്. അപ്പോൾ ഇന്ന് പല പ്രാവശ്യം അവിടെ രാത്രി ആൾക്കാർ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഒരു പയ്യൻ ഇതണക്ക് വന്ന് വീഴുകയും ആ പയ്യനെ ഞങ്ങളാണ് ആശുപത്രി കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് പറഞ്ഞു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് ഫണ്ടില്ലഞ്ഞിട്ടല്ല, ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ നാട്ടുകാരടുത്തോ ഉള്ള വിരോധം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വിരോധത്തിലാണ് അവർ മനഃപൂർവ്വം ചെയ്യാത്തതെന്ന് പല ആൾക്കാരടുത്തും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷിയില്ല, പ്രത്യേക ജാതി മതങ്ങളൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാവരും ഒരുമിച്ചാണ്. നമുക്ക് ഈ സുഖമായിട്ട് നടന്നു പോകുന്ന റോഡാണ്. ഈ റോഡ് തന്നെ വന്നത് ഈ 2 സ്ഥലത്തുള്ള ആൾക്കാർ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ്. ആ ഒക്കെപ്പാടെ 1 മീറ്റർ വഴിയേ ഉള്ളായിരുന്നു, ബാക്കി സ്ഥലം കൂടി വിട്ടുകൊടുത്തിട്ടാണ് റോഡ് വന്നത്. അന്നും ഞങ്ങൾ നാട്ടുകാർ ടില്ലറിനകത്ത് മണ്ണടിച്ചിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്രാവശ്യവും ഈ ഒരു മെമ്പർ ജയിച്ച് വന്നതിന് ശേഷം മെമ്പറെ സംബന്ധിച്ച് ഈ വാർഡിൻ്റെ മെമ്പറാണ്, അതിന് ജാതിയോ മതമോ മറ്റൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വേർതിരിവ് കാണിക്കുന്ന മെമ്പർക്കെതിരെ ഞങ്ങളെന്തായാലും തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. നമുക്ക് മറ്റു വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. പറയാൻ വിളിച്ചു.